ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചന്ദ്രകാന്തം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഭയങ്കര ട്വിസ്റ്റ് ആട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഗൗതമിന്റെ അടുത്ത് നമ്മുടെ ലക്ഷ്മി അമ്മ വന്ന് സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ പിങ്കിയുമായിട്ടുള്ള ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, ഇല്ലമ്മേ, എനിക്കത് പറ്റില്ല. നന്ദയുടെ സ്ഥാനത്ത് വേറെ പിങ്കി എന്നല്ല ആരെയും കാണാൻ എനിക്ക് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അമ്മ പറയുന്നുണ്ട്, ഏട്ടാ നിന്റെ മനസ്സ് എരിയുന്നത് എനിക്ക് അറിയാൻ കാണാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഗൗതം അതൊന്നും കൂട്ടാക്കുന്നില്ല. നന്ദയുടെ മകന്റെ സ്ഥാനത്ത് എനിക്ക് വേറെ ആരെയും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് മാത്രം നമ്മുടെ ഗൗതം പറയുന്നുള്ളൂ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഗൗരി മോള് ഭയങ്കര കരച്ചിലും വാശിയൊക്കെ കാട്ടും, എനിക്ക് അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ നിർമ്മല വരുന്നുണ്ട്. നിർമ്മല അപ്പൊ ഐസ്ക്രീം ഒക്കെ കൊടുത്ത് ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗൗരി മോൾക്ക് അച്ഛനെ കാണണം തന്നെ. അപ്പൊ നമ്മുടെ നിർമ്മല നമ്മുടെ നന്ദിയോട് സംസാരിക്കുന്നുണ്ട്. നന്ദ ഒന്ന് വാശി കളഞ്ഞാല് നമ്മുടെ ഗൗരിമോൾക്ക് അവളുടെ അച്ഛനെ തിരിച്ചു കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഞാൻ ഗൗതമേട്ടനോട് പോയി സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിർമ്മൽ പറയുമ്പോൾ നന്ദ പറയുന്നുണ്ട്, നിർമ്മലിന് ഞാൻ ഒറ്റ കാര്യമേ ഞാൻ നിർമ്മലിനെ കണ്ടപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഞാനും എൻ്റെ മോളും ജീവിച്ചിരിക്കുന്ന കാര്യം ഇന്ത്യവരത്തിൽ അറിയരുതെന്നുള്ള ഒരു കാര്യം, അത് ഇനിയും അങ്ങനെ തന്നെ പോണം. ഗൗതം സാർ ഒരു കാരണവശാലും അറിയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയ്ക്കും വെറുത്തിട്ടാണ് അദ്ദേഹം ഞങ്ങളെ ഇറക്കി വിട്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നിർമ്മല പറയുന്നുണ്ട്, ഇല്ല, ഗൗതം സാറിന്റെ ഉള്ളിൽ നന്ദ മാത്രമായിരിക്കും എന്നൊക്കെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പൊ നന്ദ പറയുന്നുണ്ട്, "ഉം, നിർമ്മലിന് അറിയില്ലല്ലോ, ഞാൻ ഗൗതം സാറിനെ പറ്റി കുറച്ച് ദിവസം മുന്നേ അന്വേഷിച്ചിരുന്നു. ഞാൻ ഒരു നാളെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നതല്ലേ, എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ അറിഞ്ഞത് പിങ്കിയും ഗൗതം സാറും കൂടി ഒരു പുതിയ ജീവിതം തുടങ്ങി എന്നുള്ള ഒരു കാര്യമാണ്, അതും ഇന്ദീവരം വീട്ടിൽ തന്നെ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് നിർമ്മൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു രംഗത്തിലായിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ നന്ദി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ നിർമ്മലിന് ഇങ്ങനെ വിശ്വസിക്കാനാവാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗവും നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലെ, ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത്. ഇനി നിർമ്മല പോയി ആ ഒരു സത്യാവസ്ഥകളൊക്കെ അന്വേഷിച്ച് നമ്മുടെ നന്ദിയോട് പറയുമ്പോഴായിരിക്കും നമ്മുടെ ഗൗതമിന്റെ ആ ഒരു നിരപരാധിത്വമൊക്കെ നമ്മുടെ നന്ദി അറിയാൻ പോകുന്നതും. എന്നാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.